രാഹുൽ ഗാന്ധിക്കെതിരെ കൊണ്ടുവന്ന അവകാശ ലംഘന നോട്ടീസ് ബിജെപി പിൻവലിച്ചിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കി സഭയിൽ നിന്ന് പുറത്താക്കുവാനുള്ള നീക്കമാണ് ബിജെപി നടത്തിയത്. എന്നാൽ ഈ നടപടികൾ സഭയിൽ നിലനിൽക്കില്ലെന്ന് സ്പീക്കർ ഓം ബിർള അറിയിച്ചതോടെയാണ് ബിജെപി പിൻവലിച്ചത്. അതേസമയം സ്പീക്കർ ഓം ബിർളയെ ഇംപീച്ച് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഇന്ത്യ സഖ്യം നടത്തുന്ന നീക്കങ്ങൾ കൂടുതൽ ശക്തി പ്രാപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വരെ ആകെ 118 എംപിമാർ ഈ പ്രമേയത്തെ അനുകൂലിച്ച് ഒപ്പുവെച്ച് കഴിഞ്ഞു. ഇതിനു പുറമെ TDP, JDU പാർട്ടികളിൽ നിന്നുള്ള എംപിമാരുടെ നിലപാട് ഇന്ത്യ സഖ്യം തേടിക്കഴിഞ്ഞു. ഇതോടെ രാഹുൽ ഗാന്ധിയുമായി അനുനയന ചർച്ചകൾക്ക് സ്പീക്കർ തുടക്കമിട്ട് കഴിഞ്ഞു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സ്പീക്കർക്കെതിരെ ഇംപീച്ച്മെന്റ് നടപടികൾക്ക് സഭ സാക്ഷ്യം വഹിക്കുന്നത്. ഇത് വലിയ നാണക്കേട് ഉണ്ടാക്കുമെന്ന ചിന്തയിലാണ് ഓം ബിർള രാഹുലിനെ അനുരഞ്ജന ചർച്ചകൾക്കായി ക്ഷണിച്ചത്. ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങളൊന്നും തന്നെ ഇന്ത്യ സഖ്യത്തിൽ നിന്നുണ്ടായിട്ടില്ലെങ്കിലും ഇംപീച്ച്മെന്റ് നടപടികളിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രാഹുലിനെതിരെ BJP നേതാവ് നിഷികാന്ത് ദുബെ കൊണ്ടുവന്ന പ്രമേയത്തിൽ നിന്ന് പിന്മാറാൻ സ്പീക്കർ നിർദ്ദേശം നൽകിയത് തനിക്കെതിരെ ഉണ്ടാകാൻ പോകുന്ന ഇംപീച്ച്മെന്റിൽ നിന്ന് രക്ഷ നേടാനാണ്. സഭയിലെ ഭൂരിപക്ഷം വെച്ച് ഇംപീച്ച്മെന്റ് നടപടികൾ പാസ്സാകാൻ സാധ്യതകൾ കുറവാണ്. എന്നിട്ടും സ്പീക്കറും BJPയും ഭയക്കുന്നത് സംഭവിക്കാൻ പോകുന്ന നാണക്കേടിനെ ഓർത്തിട്ടാണ്. ചരിത്രത്തിൽ ഇംപീച്ച്മെന്റ് നേരിടുന്ന ആദ്യത്തെ സ്പീക്കർ എന്ന ചീത്തപ്പേരാണ് ഓം ബിർളയെ കാത്തിരിക്കുന്നത്. അതിൽ നിന്ന് രക്ഷ തേടി കോംപ്രമൈസ് മീറ്റിംഗുകൾക്ക് നേതൃത്വം നൽകുകയാണ് BJP നേതാക്കന്മാർ. അതേസമയം വീണ്ടും കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിക്കുകയാണ് രാഹുൽ ഗാന്ധി. ഇന്ത്യ-US വ്യാപാര കരാറിലൂടെ കേന്ദ്ര സർക്കാർ രാജ്യത്തെ പരുത്തി കർഷകരെയും വസ്ത്ര കയറ്റുമതിക്കാരെയും വഞ്ചിക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നുണ്ട്. ലൈവിലൂടെയായിരുന്നു പ്രതികരണം. തനിക്കെതിരെയുള്ള പ്രമേയം പിൻവലിക്കാനുള്ള നീക്കം കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്നതിനിടയിലാണ് രാഹുൽ വീണ്ടും മോദിക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ ആഞ്ഞടിക്കുന്നത്. പ്രധാനമന്ത്രിയും മന്ത്രിസഭയും ഈ വിഷയത്തിൽ ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം പരത്തുകയാണെന്നും രാജ്യത്തെ പരുത്തി മേഖലയെയും വസ്ത്ര വ്യാപാരത്തെയും ആഴത്തിൽ മുറിപ്പെടുത്തുന്ന രീതിയിലാണ് സർക്കാർ കരാറുകൾ ഒപ്പിട്ടതെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. അമേരിക്കയിലേക്കുള്ള വസ്ത്ര കയറ്റുമതിയിൽ ബംഗ്ലാദേശിന് 0% താരിഫ് ആനുകൂല്യം ലഭിക്കുമ്പോൾ ഇന്ത്യൻ വസ്ത്രങ്ങൾക്ക് 18% നികുതി ചുമത്തുന്നതിനെ രാഹുൽ ഗാന്ധി രൂക്ഷമായി വിമർശിച്ചു. അമേരിക്കൻ പരുത്തി ഇറക്കുമതി ചെയ്യുക എന്ന നിബന്ധനയിലാണ് ബംഗ്ലാദേശിന് ഈ വലിയ ആനുകൂല്യം ലഭിക്കുന്നത്. ഇതേ ആനുകൂല്യം ഇന്ത്യക്ക് വേണമെങ്കിൽ അമേരിക്കയിൽ നിന്ന് പരുത്തി ഇറക്കുമതി ചെയ്യേണ്ടി വരുമെന്ന് മോദി സർക്കാർ പാർലമെന്റിൽ മറുപടി നൽകിയതായും അദ്ദേഹം വെളിപ്പെടുത്തി. ഇക്കാര്യം എന്തുകൊണ്ടാണ് ഇതുവരെ രാജ്യത്തോട് മറച്ചുവെച്ചതെന്നും രാഹുൽ ചോദിക്കുന്നുണ്ട്. സർക്കാരിന്റെ ഈ നയം ഇന്ത്യയെ ഒരു കെണിയിൽ വീഴ്ത്തുകയാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. അമേരിക്കയിൽ നിന്ന് പരുത്തി ഇറക്കുമതി ചെയ്യാൻ നമ്മുടെ സ്വന്തം പരുത്തി കർഷകർ നശിക്കും. എന്നാൽ ഇറക്കുമതി ചെയ്തില്ലെങ്കിൽ നമ്മുടെ വസ്ത്ര വ്യാപാരം വിദേശ രാജ്യങ്ങളോട് മത്സരിക്കാനാവാതെ തകരുകയും ചെയ്തു. മുന്നിൽ കിണറും പിന്നിൽ കിടങ്ങും എന്ന അവസ്ഥയിലേക്കാണ് രാജ്യം നീങ്ങുന്നതെന്നും കൂടാതെ ഇന്ത്യയിൽ നിന്നുള്ള പരുത്തി ഇറക്കുമതി കുറയ്ക്കാനോ നിർത്താനോ ബംഗ്ലാദേശ് ആലോചിക്കുന്നത് സ്ഥിതി കൂടുതൽ വഷളാക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇന്ത്യയുടെ ഉപജീവനത്തിന്റെ നട്ടെല്ലാണ് പരുത്തി കൃഷിയും വസ്ത്ര വ്യവസായവും. കോടിക്കണക്കിന് ആളുകളുടെ നിത്യഭക്ഷണമാണ് ഈ മേഖലയെ ആശ്രയിച്ചിരിക്കുന്നത്. ഈ മേഖലകളെ തകർക്കുന്നതിലൂടെ ദശലക്ഷക്കണക്കിന് കുടുംബങ്ങളെ തൊഴിലില്ലായ്മയിലേക്കും സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും തള്ളിവിടുകയാണ് സർക്കാർ ചെയ്യുന്നതെന്നും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ ബാധിക്കുന്ന ഗുരുതരമായ നീക്കമാണിതെന്നും രാഹുൽ പറഞ്ഞു. ദേശീയ താൽപര്യത്തിന് മുൻഗണന നൽകുന്ന ദീർഘവീക്ഷണമുള്ള ഒരു സർക്കാർ കർഷകരെയും കയറ്റുമതിക്കാരെയും ഒരുപോലെ സംരക്ഷിക്കുന്ന കരാറുകളായിരുന്നു ഉണ്ടാക്കേണ്ടിയിരുന്നത്. എന്നാൽ ഇതിന് വിപരീതമായി നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ മന്ത്രിമാരും ഇരു മേഖലകളെയും ദോഷകരമായി ബാധിക്കുന്ന കരാറിലാണ് ഒപ്പിട്ടതെന്നും രാഹുൽ ഗാന്ധി തുറന്നടിച്ചു കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ ഈ വിഷയം ശക്തമായി ഉന്നയിക്കുമെന്ന മുന്നറിയിപ്പും രാഹുൽ ഗാന്ധി നൽകുന്നുണ്ട്.